താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അരുൺ നമ്മോടൊപ്പം ഉണ്ട്. ഡോക്ടർ അരുൺ, അവിടെ ഡയാലിസിസ് നേരത്തെ തന്നെ തുടങ്ങിയതാണ്, പേഷ്യൻസും നേരത്തെ ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ 2 പേർ മരിക്കുന്നതിലേക്ക് നയിച്ച സാഹചര്യം എന്തായിരുന്നു? ഇതിൽ നമുക്ക് 29-ാം തീയതി 27 ഡയാലിസിസ് നടന്നു. അതില് പെട്ട 2 രോഗികളാണ് മെഡിക്കൽ കോളേജില് മറ്റു പ്രൈവറ്റ് ഹോസ്പിറ്റലിലും മരിച്ചിരിക്കുന്നത്. ഇവരുടെ ഒരു പ്രാഥമിക റിപ്പോർട്ടിൽ അവരുടെ ബ്ലഡിന്റെ കൗണ്ട് കൂടുതലായിട്ടാണ് കാണപ്പെട്ടത്. അപ്പൊ അവരുടെ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഏത് രീതിയിലാണ് വന്നത്, നിന്നാണോ അതോ മറ്റ് സോഴ്സുകളിൽ നിന്നാണോ എന്നുള്ള ഒരു അന്വേഷണമാണ് ഇപ്പൊ നടത്തുന്നത്. ഇന്നലെ നമ്മുടെ ആശുപത്രിയിലുള്ള ന്റെയും വെള്ളത്തിന്റെയും ഒക്കെ ടെസ്റ്റ് റിപ്പോർട്ടുകൾ നമ്മൾ വീണ്ടും പരിശോധിച്ചു. മാസത്തിൽ ഒരിക്കൽ ചെയ്യാറുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ സാഹചര്യം ഉണ്ടായതിൽ നമ്മൾ പരിശോധിച്ചതിലും നെഗറ്റീവാണ് കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു എൻക്വയറി ഇന്നലെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തി. ഇന്ന് ഒരു ഹയർ എൻക്വയറി ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ ഡോക്ടർ ഇവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് മോശമായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ മരിക്കുന്നതിലേക്ക് പോയത്, അല്ലാതെ അവിടെ ഡയാലിസിസ് ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളല്ല. ആ പ്രശ്നം അല്ല എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. കാരണം സാധാരണ വരുന്നത് ഇവരുടെ മെഷീനുകളിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നൊരു സോഴ്സ് ആണ് സാറിന് കാണുന്നത്. അതില് വേറെ അണുബാധയുടെ ലക്ഷണങ്ങൾ ഇപ്പൊ കാണുന്നില്ല. അപ്പൊ അതില് കൂടുതൽ എൻക്വയറികൾ വേണ്ടി വരും. അപ്പൊ അതിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര കാലമായി നമ്മൾ അവിടെ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയിട്ട്? ഇവിടെ 5 വർഷം ആയിട്ട് നടക്കുന്നുണ്ട്. അതെ, ഇതുവരെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇത് ആദ്യത്തെ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതെ. അപ്പൊ ഇനിയിപ്പോ ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് പോകണം, എന്ത് സംഭവിച്ചു എന്ന്. അതെ. ഇന്നലെ ഒരു ഡീറ്റെയിൽ ഇൻസ്പെക്ഷൻ നടന്നിരുന്നു, എൻക്വയറി നടന്നു. ഇന്ന് ഒരു വേറൊരു എക്സ്പെർട്ട് കമ്മിറ്റി കൂടെ ഇന്ന് ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്.